പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതി ലോകരാജ്യങ്ങളെയാകെ ഗ്രസിച്ചു നിൽക്കുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ ഒരു മധ്യസ്ഥന്റെ കുപ്പായമണിഞ്ഞ് രംഗപ്രവേശം ചെയ്തത്. അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിന് വഴിയൊരുക്കിയ പാകിസ്ഥാന്റെ ഈ നയതന്ത്ര നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. എന്നാൽ പുറമേ കാണുന്ന ഒരു സമാധാന ശ്രമം മാത്രമാണോ ഇത്, അതോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന്റെ നിലനിൽപ്പിനായുള്ള തന്ത്രപരമായ ചുവടുവയ്പ്പാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിലും ഉപരിയായി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും പശ്ചിമേഷ്യയിൽ ശക്തമായ സ്വാധീനവുമുള്ള ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നതും അമേരിക്കയോ അറബ് ലോകമോ പാകിസ്ഥാനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാത്തതിൻ്റെ കാരണങ്ങളും ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ കാണിച്ച അമിതാവേശത്തിന് പിന്നിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. നിലവിൽ പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്നുള്ള വായ്പകൾ മാത്രമാണ് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ താങ്ങി നിർത്തുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദമില്ലാതെ IMF-ൽ നിന്ന് കൂടുതൽ സഹായം ലഭിക്കുക അസാധ്യമാണ്. അതിനാൽ അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ ഇടം നേടുക എന്നത് ഇസ്ലാമാബാദിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഇതിനും പുറമെ ഇറാനുമായി വലിയൊരു അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അതിർത്തിയിലെ സായുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് എക്കാലത്തും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കയെ പ്രീതിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇറാനുമായുള്ള അതിർത്തിയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ഈ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു. തങ്ങൾ ഇപ്പോഴും ലോകവേദിയിൽ പ്രസക്തരായ ഒരു രാജ്യമാണെന്ന് സ്വന്തം ജനതയെയും ലോകത്തെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു ഡെസ്പെറേറ്റ് അഥവാ നിരാശാജനകമായ ശ്രമം കൂടിയാണിത്. ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടുപോയ പാകിസ്ഥാന് നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പ് മാത്രമാണ് ഈ മധ്യസ്ഥത. പാകിസ്ഥാൻ ഒരു താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാക്കിയെങ്കിലും അമേരിക്കയോ അറബ് രാജ്യങ്ങളോ അവരെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ ഇനിയും തയ്യാറല്ല. ഇതിന് കാരണം ചരിത്രം അവർക്ക് നൽകിയ കൈപ്പേറിയ പാഠങ്ങളാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിരുന്ന പാകിസ്ഥാൻ അതേസമയം തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനും മറ്റ് ഭീകര സംഘടനകൾക്കും രഹസ്യമായി പണവും ആയുധവും നൽകി സഹായിക്കുകയായിരുന്നു എന്ന് പിന്നീട് ലോകം തിരിച്ചറിഞ്ഞു. അമേരിക്ക ഏറ്റവും കൂടുതൽ തിരഞ്ഞ ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ സൈനിക കേന്ദ്രത്തിന് തൊട്ടടുത്ത് സുരക്ഷിതനായി കഴിഞ്ഞിരുന്നുവെന്നത് വാഷിംഗ്ടണിന് ഒരിക്കലും മറക്കാനാവാത്ത വലിയൊരു വഞ്ചനയുടെ ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഏതൊരു നയതന്ത്ര നീക്കത്തെയും അമേരിക്ക സംശയ ദൃഷ്ടിയോടെ മാത്രമേ നോക്കിക്കാണുകയുള്ളൂ. സമാനമായ അവസ്ഥയാണ് അറബ് രാജ്യങ്ങൾക്കുമുള്ളത്. ഒരു കാലത്ത് സൗദി അറേബ്യയുടെയും UAEയുടെയും ഏറ്റവും അടുത്ത സൈനിക പങ്കാളിയായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ ഇന്ന് ഗൾഫ് രാജ്യങ്ങളുടെ മുൻഗണനകൾ പാടെ മാറിയിരിക്കുന്നു. എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി നിർമ്മിത ബുദ്ധിയും സാങ്കേതിക വിദ്യയും ടൂറിസവും അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയാണ് അറബ് ലോകം. ഈ മാറ്റത്തിന്റെ പാതയിൽ അവർക്ക് വേണ്ടത് ഇന്ത്യയെ പോലെയുള്ള ശക്തരായ സാമ്പത്തിക പങ്കാളികളെയാണ്, അല്ലാതെ സാമ്പത്തിക സഹായത്തിനായി എപ്പോഴും കൈനീട്ടുന്ന പാകിസ്ഥാനെയല്ല. മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OICൽ പാകിസ്ഥാൻ പലപ്പോഴും കാശ്മീർ വിഷയം ഉന്നയിച്ച് അറബ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെ ഒരു വിശ്വസ്ത സഖ്യകക്ഷിയായി കാണാൻ ആധുനിക അറബ് നേതൃത്വം ഇപ്പോൾ തയ്യാറല്ല. ഭൗമരാഷ്ട്രീയത്തിൽ വിശ്വസ്തത എന്നത് വെറുമൊരു വാക്കല്ലെന്നും അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ടതാണെന്നും പാകിസ്ഥാൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സംഘർഷത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് മധ്യസ്ഥത വഹിച്ചില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ചരിത്രപരമായി നോക്കിയാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിഭാവനം ചെയ്ത ചേരിചേരാ നയത്തിന്റെ മറ്റൊരു വകഭേദമാണ് നരേന്ദ്രമോദി സർക്കാരും ഇപ്പോൾ പിന്തുടരുന്നത് എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നാം. എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇത് പഴയ ചേരിചേരാ നയമല്ല, മറിച്ച് തികച്ചും പ്രായോഗികമായ ഒരു മൾട്ടി അലൈൻമെന്റ് അഥവാ ബഹുസ്വര നയതന്ത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംഘർഷത്തിൽ ഇരുപക്ഷത്തു നിന്നും അകന്നു നിൽക്കുക എന്നതിലുപരി ഇരുപക്ഷവുമായി സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ബന്ധം നിലനിർത്തുക എന്നതാണ് ഇന്ത്യയുടെ ഇന്നത്തെ നയം. അമേരിക്കയുമായി ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സാങ്കേതിക ബന്ധമാണ് ഇന്ത്യ ഇപ്പോൾ പുലർത്തുന്നത്. മറുവശത്ത് ഇറാനുമായി പരമ്പരാഗതമായി മികച്ച ബന്ധമുള്ള ഇന്ത്യ ചബഹാർ തുറമുഖം പോലെയുള്ള വലിയ പദ്ധതികളിൽ ഇറാനുമായി സഹകരിക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കടുത്ത ശത്രുതയിൽ ഇടനിലക്കാരനായി ചെന്ന് കൈ പൊള്ളിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല.
പശ്ചിമേഷ്യയിലെ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ പ്രധാനമായും ഊർജ്ജ സുരക്ഷയുമായും പ്രവാസികളുടെ ക്ഷേമവുമായും ബന്ധപ്പെട്ടതാണ്. മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടാൽ അത് ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് ബാഹ്യമായ ഇടപെടലുകളേക്കാൾ അവിടുത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളാണ് ശാശ്വത പരിഹാരം നൽകുക എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. തന്നെയുമല്ല, മധ്യസ്ഥത വഹിക്കുക എന്നത് പലപ്പോഴും വലിയ സാമ്പത്തിക സൈനിക ബാധ്യതകൾ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ്. തങ്ങളുടെ സാമ്പത്തിക വളർച്ചയിലും ആഭ്യന്തര വികസനത്തിലും പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അനാവശ്യ ഭാരം തലയിലേറ്റേണ്ട കാര്യമില്ല. ഇതൊരു നയതന്ത്ര പരാജയമല്ല, മറിച്ച് സ്വന്തം ശക്തിയും പരിമിതിയും തിരിച്ചറിയാനുള്ള പക്വതയാർന്ന ഒരു തീരുമാനമാണ്. പാകിസ്ഥാന്റെ ഈ നയതന്ത്രം ഇന്ത്യക്ക് ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടിയാകുമോ എന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചാൽ ഇതിൽ ഇന്ത്യക്ക് ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്ന് വ്യക്തമാകും. താൽക്കാലികമായി പാകിസ്ഥാന് അമേരിക്കയിൽ നിന്ന് ചില സാമ്പത്തിക സഹായങ്ങളോ സൈനിക പാക്കേജുകളോ ലഭിച്ചേക്കാം. എന്നാൽ അമേരിക്കയുടെ ദീർഘകാല തന്ത്രപ്രധാന സഖ്യകക്ഷിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഏഷ്യയിൽ ചൈനയുടെ വളർച്ചയെ തടയാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയെ പോലെയുള്ള വൻ ശക്തിയുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. അവിടെ പാകിസ്ഥാന് ഇന്ത്യക്ക് പകരക്കാരനാകാൻ ഒരിക്കലും സാധിക്കില്ല. ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയും വിപണിയുടെ വലിപ്പവും സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടവും ലോകരാഷ്ട്രങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥത അമേരിക്കയെയും ഇറാനെയും സംബന്ധിച്ചിടത്തോളം നിലവിലെ പ്രതിസന്ധിയിൽ നിന്നുള്ള ഒരു മുഖം രക്ഷിക്കൽ മാത്രമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയപരമായ ഭിന്നതകളും ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഒരു പാകിസ്ഥാന്റെ ഇടപെടൽ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക ഇടപാടുകൾ വിപുലീകരിക്കുകയും ചെയ്യുക എന്നതാണ് അത്. ഗൾഫ് രാജ്യങ്ങളുമായും ഇസ്രയേലുമായുമുള്ള ഇന്ത്യയുടെ ബന്ധം മുമ്പത്തെക്കാളും ശക്തമാണ്. ഈ വലിയ ചിത്രത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ മധ്യസ്ഥ ശ്രമം വെറുമൊരു കടലാസ് തോണി മാത്രമാണ്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. സാമ്പത്തിക ഭദ്രതയും വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു രാജ്യത്തിനും ഭൗമരാഷ്ട്രീയത്തിൽ സ്ഥിരമായ ഒരു സ്ഥാനമുറപ്പിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളും സാമ്പത്തിക തകർച്ചയും പരിഹരിക്കാതെ ബാഹ്യ ലോകത്ത് എന്ത് നയതന്ത്ര നാടകം കളിച്ചാലും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അവർക്ക് ഒരു ഗുണവും ചെയ്യില്ല. അമേരിക്കയും അറബ് ലോകവും ഇന്ന് വളരെ പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ്. അവർക്ക് വേണ്ടത് സമാധാനത്തിന്റെ വക്താക്കളായി അഭിനയിക്കുന്നവരെയല്ല, മറിച്ച് സാമ്പത്തികമായും സൈനികമായും തങ്ങൾക്ക് ഗുണകരമാകുന്ന യഥാർത്ഥ പങ്കാളികളെയാണ്. ഇന്ത്യയുടെ മൗനവും തന്ത്രപരമായ അകലവും തെളിയിക്കുന്നത് പുതിയ ലോകക്രമത്തിൽ അനാവശ്യമായ ഇടപെടലുകളേക്കാൾ സ്വന്തം കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലാണ് കാര്യം എന്നാണ്. ചരിത്രം എപ്പോഴും വിജയികളുടെയും ശക്തരുടെയും പക്ഷത്താണ് നിന്നിട്ടുള്ളത്. വരും നാളുകളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാകുമ്പോഴും തങ്ങളുടെ സാമ്പത്തിക അടിത്തറയും നയതന്ത്ര പക്വതയും മുൻനിർത്തി ഇന്ത്യ കൂടുതൽ സുരക്ഷിതമായ ഒരു പാതയിലൂടെ മുന്നോട്ടു പോകും എന്ന് നിസ്സംശയം പറയാം. ഭൗമരാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, സ്ഥിരമായ താൽപ്പര്യങ്ങൾ മാത്രമേയുള്ളൂ എന്ന പഴയ ചൊല്ല് ഈ സന്ദർഭത്തിൽ അക്ഷരം പ്രതി ശരിവയ്ക്കപ്പെടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.